ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുൻപ് പഞ്ചവടിപ്പാലം എന്നൊരു ചിത്രമുണ്ടായിരുന്നു മലയാളത്തിൽ. ഗ്രാമീണ രാഷ്ട്രീയവും പഞ്ചായത്ത് ഭരണവുമെല്ലാം ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു ആ സിനിമയിലൂടെ. എന്നാൽ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ യാത്ര തുടരുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. കേരളീയ ഗ്രാമങ്ങളെക്കുറിച്ച് അങ്ങനൊരു ചിത്രമെടുക്കാൻ ഇനി സാധിക്കുകയില്ല. കാരണം അവയെല്ലാം ഇന്ന് വികസനത്തിന്റെ പണിപ്പുരകളാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, കേരള കാർഷിക സർവകലാശാല പാഡി മിഷന്റെ ഡയറക്ടർ ശ്രീ PV ബാലചന്ദ്രൻ, ശ്രീമതി നിർമ്മല അനു ജോർജ്, കൂടാതെ നമ്മോടൊപ്പം അതിഥിയായി പ്രമുഖ പത്രപ്രവർത്തകനും ഇപ്പോൾ ഫ്രണ്ട് ലൈൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററുമായ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ. കൂനൻ ചെന്നൊരു തോടുണ്ടാക്കി പല്ലൻ വന്നത് തട്ടി നിരത്തി. ഇത് ഒരു കടങ്കഥയാണ്. ഇതിന്റെ ഉത്തരം ആർക്കെങ്കിലും അറിയോ? മണ്ണിരയല്ല. ഇവിടെ ആർക്കും ഇല്ല. അവിടെ നിലം ഉഴുതു നിരത്തുന്നതിനെ കുറിച്ചാണ് ഈ കടങ്കഥ. അതാണ് അതിന്റെ ഉത്തരം. ഇത് മാത്രമല്ല, കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി കടങ്കഥകൾ നമ്മുടെ വാമൊഴി ശേഖരത്തിലുണ്ട്. എന്നാൽ വർത്തമാന കാലത്തിൽ നമ്മുടെ കർഷകർ ഈ കടങ്കഥകളോടൊപ്പം പറയുന്നത് നിരവധി കടങ്ങളുടെ കഥയും കൂടെയാണ്. ഇങ്ങനൊരു അവസരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ചിന്തകളുമായാണ് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിനെ. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ ഷുക്കൂർ VP, വൈസ് പ്രസിഡന്റ് ശ്രീ സക്കീർ KP, ഹെഡ് ക്ലർക്ക് ശ്രീമതി M ജയലക്ഷ്മി, സന്നദ്ധ പ്രവർത്തകൻ ശ്രീ അഹമ്മദ് ഹാജി, മെമ്പർ ശ്രീമതി ബിന്ദുകുമാരി എന്നിവരാണ്. എങ്ങനെ പരിചയപ്പെടുത്താം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബ്ലോക്കിൽപ്പെട്ട 26 ചതുരശ്ര കിലോമീറ്ററിൽ 21 വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുന്നതും 55,000 ജനസംഖ്യയുള്ളതും കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളവും കോഴിക്കോട് സർവകലാശാലയും ഉൾക്കൊള്ളുന്നതാണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത്. നമുക്ക് പള്ളിക്കലിന്റെ കൂടുതൽ കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങിയെത്താം. മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിനെ മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെയാണ്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഈ പഞ്ചായത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇത് പെങ്കുളം. ഏത് വേനലിലും വറ്റി വരളാതെ ഈ പഞ്ചായത്തുകാർക്ക് മുഴുവൻ ജലം നൽകുന്ന പ്രധാനപ്പെട്ട ജലസ്രോതസ്. സാധാരണയായി കരയിൽ മാത്രം കണ്ടുവരാറുള്ള രാമച്ചം ഇവിടുത്തെ വയലുകളിൽ കൃഷി ചെയ്യുന്ന വ്യത്യസ്ത കാഴ്ച കൂടി എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. വികസന രംഗത്ത് എന്തൊക്കെ പദ്ധതികളാണ് പള്ളിക്കലിന് പ്രധാനമായും മുന്നോട്ട് വയ്ക്കാനുള്ളത്? കാർഷിക രംഗത്തെ വികസനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മണ്ണ് ജല സംരക്ഷണം കൊണ്ട് അവിടുത്തെ മണ്ണും ജലവും മാത്രമല്ല, അവിടെയുള്ള മനുഷ്യരടങ്ങുന്ന എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഒരു പുരോഗതിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നീർത്തട പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചു വരുന്നത്. പള്ളിക്കലിന്റെ വികസന കാഴ്ചകൾ കാണാൻ മടങ്ങിയെത്താം.
മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് കൃഷി മേഖലയ്ക്കാണ്. ഈ മേഖലയിൽ ഇവർ ചെയ്ത നൂതന ആശയങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പഞ്ചായത്തിലെ ഒരു മാതൃകാ കർഷകനാണ് മൂസക്ക. മൂസക്ക എന്തൊക്കെ തരത്തിലുള്ള കൃഷികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പടവലം, വാഴകൃഷി, ഇതെല്ലാം ഇപ്പോ ഈ സീസണിൽ ചെയ്യുന്നത്. പഞ്ചായത്ത് എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ അതിനു വേണ്ടി ചെയ്തു തരുന്നത്? പഞ്ചായത്ത് നമുക്ക് വളങ്ങൾ തരുന്നുണ്ട്. അതുപോലെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാരെ വിട്ടിട്ട് നിലമൊക്കെ കിളക്കാനൊക്കെ വേണ്ടി സഹായങ്ങൾ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ കൊണ്ടിട്ട് വിൽക്കുന്നത്? ഇത് വിൽക്കാൻ മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് എയർപോർട്ടിൽ പോയാൽ അങ്ങനെ കയറ്റി അയക്കുന്നുണ്ട്. കൂടുതൽ വില കിട്ടുമല്ലേ അവിടെ കൊണ്ടുവിട്ടാൽ? അവിടെ കൊണ്ടുപോയി കൊടുത്താലും നമ്മൾ മാർക്കറ്റിൽ കൊടുക്കണാട്ടിലും 2 രൂപ ജാസ്തി കിട്ടും. വളങ്ങൾ ഉപയോഗിക്കുന്നതോ? വളങ്ങൾ നമ്മൾ ചാണകം, ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്? ജൈവവളങ്ങൾ മാത്രമാണ്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും തൊഴിലുറപ്പ് പദ്ധതിയും കൃഷിയുമായി സംയോജിപ്പിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനെക്കുറിച്ച് കുടുംബശ്രീയുടെ ADS ആയ ബേബി ചേച്ചി നമ്മോട് സംസാരിക്കും. ചേച്ചി, എത്ര പേർക്കാണ് ഇവിടെ തൊഴിൽ കൊടുത്തിരിക്കുന്നത്? ഒരു 42 പേർക്കാണ്. 42 പേർക്ക്. എന്തൊക്കെ തരത്തിലുള്ള കൃഷിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പച്ചക്കറിയില് വെണ്ട, മത്തൻ, പയർ, പിന്നെ കയ്പ, കുമ്പളം, അങ്ങനെ എല്ലാതരം പച്ചക്കറിയുണ്ട്. കുറേ തരം. പഞ്ചായത്താണോ ഇത് ബാക്കിയൊക്കെ നോക്കിയത്? അല്ല, പഞ്ചായത്ത് ഞങ്ങൾക്ക് വിത്ത് തരും, തൊഴിലും തരും. ഈ വിളവെടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം വരെ ഇതിന്റെ ഫലങ്ങളൊക്കെ ഇവിടെ ഉള്ളവർക്കെല്ലാം? അല്ല, ഈ പണി ചെയ്തവർക്കൊക്കെ തന്നെ. തോട്ടത്തിന്റെ ഉടമയായ ചേട്ടൻ എന്താ പറയാനുള്ളത്? നമ്മള് 4-5 വിജയം തന്നെ. ഞങ്ങൾ 3-4 കുടുംബമായിട്ട് ഇതൊന്നായിട്ട് ഉണ്ടാക്കുകയാണ്. ഒന്നായിട്ടുണ്ടാക്കിയിട്ട് പഞ്ചായത്തിന് കുറേ ഇതുകളൊക്കെ ഉണ്ട്. പിന്നെ സബ്സിഡി ഇട്ടുണ്ട്, പിന്നെ വളം തരുന്നുണ്ട്. പഞ്ചായത്തുകാർ എത്ര വർഷമായി ഇതൊക്കെ തരാൻ തുടങ്ങിയത്? പഞ്ചായത്ത് 2-3 കൊല്ലമായിട്ട് അവിടെ ഇപ്പം ശരിക്കും ശ്രദ്ധിക്കൽ തുടങ്ങിയിട്ട്. ഇത് തരിശായി കിടക്കുന്ന ഭൂമിയായിരുന്നു ഇതൊക്കെ. പിന്നെ പഞ്ചായത്തിന്റെ സബ്സിഡി ഇട്ടുണ്ട്. ഈ വാഴകൃഷി എത്ര ഏക്കർ സ്ഥലത്തുണ്ട്? ഇത് 1.5 ഏക്കറോളൊക്കെ ആണ്. ഈ വാഴ രണ്ട് വേറെന്തൊക്കെയാണ് കൃഷി? വെള്ളുണ്ട്, പയറുണ്ട്. ശരിക്കും കൃഷി ലാഭം തോന്നുന്നുണ്ടോ? ലാഭം തോന്നുന്നു. ഇവിടുത്തെ പച്ചക്കറി വിഭവങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സംവിധാനം കൂടി ഈ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ ഡേ ഫ്രഷ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ട്. അതിന്റെ നടത്തിപ്പുകാരനായ മുസ്തഫക്ക നമ്മുടെ കൂടെ ഉണ്ട്. സോക പറയും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഇതൊക്കെ എന്തൊക്കെയാണ് ഈ പഞ്ചായത്തിൻ്റെതായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന പച്ചക്കറി സാധനങ്ങൾ എന്തൊക്കെയാണ്? കൃഷിക്കാരുടെ മെയിനായിട്ട് പച്ചക്കായി, അതേമാതിരി വെള്ളേരി, പയറ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ലോക്കൽ സാധനങ്ങൾ മെയിനായിട്ട് വരുന്നത് ഈ പഞ്ചായത്തിന്റെ മാത്രമുള്ളൂ? അല്ലല്ല, മറ്റ് പഞ്ചായത്തിൽ നിന്ന് മാത്രമുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഇവിടുത്തെ പോരാളികളുടെ പുറത്തുനിന്ന്. അപ്പൊ ഈ ആൾക്കാർക്ക്, കർഷകർക്ക് ഇവിടത്തേനെക്കാട്ടിയും വിലക്കുള്ള വ്യത്യാസം? മാർക്കറ്റിൽ ലോക്കലിനെക്കാട്ടിലും വില കൂടുതലായിട്ട് 2 രൂപ 3 രൂപ അധികം കൊടുത്തിട്ടുണ്ട് സാധനം. ദിവസവും ശേഖരിക്കും ഈ സാധനങ്ങൾ? ഡെയിലി വരും. എത്രത്തോളം വരും? എത്ര കിലോ? ഡെയിലി ഞങ്ങൾക്ക് ഡെയിലി ഒരു 3-3.5 ടൺ ഡെയിലി വേണം. ഈ പഞ്ചായത്തിൻ്റെതായിട്ട് എത്രത്തോളം വരും? പഞ്ചായത്തിന്റെ മെയിനായിട്ട് ഈ ലോക്കൽ സാധനങ്ങൾ, പച്ചക്കായ്കൾ, ഈ വെള്ളേരി, അങ്ങനത്തെ ലോക്കൽ സാധനങ്ങൾ, ചേന, ചേമ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കല്. പോരാളികൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, ഇവിടെ ലോക്കൽ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് വരുന്നുണ്ട്. ഏതൊക്കെ രാജ്യത്തിലേക്കാണ് കയറ്റുമതി ചെയ്യാറുള്ളത്? മെയിനായിട്ട് ഗൾഫ് കൺട്രിയിൽ ആണ്. അപ്പം ഖത്തർക്കാണ് മെയിനായിട്ട് പോകുന്നത്. ഖത്തറുണ്ട്, സൗദി ഉണ്ട്. പഞ്ചായത്തിൻ്റെതായിട്ട് എത്ര യൂണിറ്റുകളാണ് ഇതുപോലത്തെ ഡേ ഫ്രഷ് പോലെയുള്ള എത്ര യൂണിറ്റുകളാണ്? എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഒരു 20ഓളം. ഇത് കൂടുതൽ സാധനം ഒരു ഏകദേശം ഒരു 10-50 ടൺ സാധനം ഡെയിലി കഴിക്കും. വിദേശ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചേന, ചേമ്പ്, വെള്ളരിക്ക, കായ, ഇതൊക്കെ തന്നെ വിദേശ മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ പഞ്ചായത്ത് തന്നെയാണ്. വികസന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതെ, ചർച്ചയ്ക്കുള്ള സമയമാണ്. മാഷ് തുടങ്ങാല്ലേ? നിർത്തലാധിഷ്ഠിത പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളും. നിങ്ങളുടെ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന 500ഓളം വീടുകളുണ്ട് എന്നാണ് നിങ്ങൾ തന്ന റിപ്പോർട്ട് കാണിക്കുന്നത്. ആ മേഖലയിൽ എന്താ ചെയ്തത് ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായിട്ട്? കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ കുഴൽ കിണർ കുഴിച്ചു നോക്കി, കുറേ ഓപ്പൺ വെല്ലൊക്കെ ഉണ്ടാക്കി.